നമസ്കാരം. ജ്ഞാനാമൃതധാരയുടെ അമൃത പ്രവാഹത്തിൽ മുങ്ങി നിവരുന്ന അനേകം പ്രേക്ഷകർ ഞങ്ങളെ ഫോണിലൂടെ വിളിക്കുകയും കത്തുകളും ഇമെയിലുകളും അയക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടികൾ ഞങ്ങൾ നേരിട്ട് നൽകുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ഉപകാരമാകുന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഞങ്ങൾ ഈ പരിപാടിയിലൂടെ നേരിട്ട് നൽകുന്നു. ആദ്യത്തെ ചോദ്യം വായിക്കാം. ഞാൻ ജ്ഞാനാമൃതധാര മുടങ്ങാതെ കാണുന്നുണ്ട്. ആദ്യത്തെ കുറേയേറെ എപ്പിസോഡുകൾ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ശാന്തിയെ അന്വേഷിക്കുന്നവർക്ക് ശാന്തി എന്നും അകലെയായിരിക്കുമെന്നും തന്റെ തന്നെ ഉള്ളിലാണ് ശാന്തി നിലകൊള്ളുന്നതെന്നും ഒരു എപ്പിസോഡിൽ കണ്ടു. അന്നു മുതലാണ് തുടർന്നു കാണാൻ തുടങ്ങിയത്. ദയവ് ചെയ്ത് എന്റെ സംശയം ബാലിശമാണെന്ന് കരുതി തള്ളിക്കളയരുത്. വീട്ടിലും സമൂഹത്തിലും ഒരുപാട് പേരുടെ കൂടെ ഇടപഴകിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും മത്സരിച്ച് മുന്നേറാനാണ് ശ്രമിക്കുന്നതും. ഒരാൾ അതിൽ സ്പീഡ് കുറവുള്ളവരായാൽ അയാൾ പിറകിലായി പോവും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എങ്ങനെയാണ് ശാന്തമായി ജീവിക്കുക? ഈ കാലത്തിൽ എങ്ങനെ നമുക്ക് ടെൻഷൻ ഉണ്ടാകാതെ ജീവിക്കുവാനാകും? കണ്ണൂരിൽ നിന്നും വിശാഖാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇതിനുള്ള ഒരു ഉത്തരം ഈ ജ്ഞാനരത്നങ്ങളിലൂടെ നമുക്കിന്ന് പ്രതീക്ഷിക്കാം. ഓം ശാന്തി. വിശാഖിന്റെ ചോദ്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ ശാന്തി എന്നതിൻ്റെ അർത്ഥത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശാന്തി എന്നതിൻ്റെ അർത്ഥം പതുക്കെ എന്നുള്ളതല്ല. ശാന്തി എന്നത് നമ്മുടെ സ്വധർമ്മമാണ്. സൈലൻസ് എന്നുള്ളത് ആത്മാവിൻ്റെ സ്വധർമ്മമാണ്. മനസ്സിൻ്റെ നാച്ചുറൽ നേച്ചറാണ്. മനുഷ്യാത്മാവിൻ്റെ നാച്ചുറൽ നേച്ചർ ഓഫ് ദ സോൾ, അതായത് നമ്മുടെ സ്വധർമ്മം എന്നുള്ളത് ശാന്തിയാണ്. എല്ലാ മനുഷ്യാത്മാക്കളുടെയും ആ ശാന്തി എന്ന് പറയുന്ന സ്വധർമ്മത്തിലെ അല്ലെങ്കിൽ ആ സ്വഭാവത്തിലെ, അത് നമ്മുടെ സ്വഭാവമാണ്, സ്വന്തം ഭാവമാണ്. ആ സ്വഭാവത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ശക്തി വർദ്ധിക്കുകയുള്ളൂ. പക്ഷെ സൈലൻസിന്റെ അർത്ഥം സ്ലോ എന്നുള്ളതല്ല, പതുക്കെ എന്നുള്ളതല്ല. യഥാർത്ഥത്തിൽ സൈലൻസിലുള്ളത് ശക്തിയാണ്. സൈലൻസ് ഈസ് പവർ എന്ന് ചൊല്ല് തന്നെ ഉണ്ടല്ലോ. അപ്പൊ എത്രത്തോളം നമ്മൾ ശാന്തി സ്വധർമ്മത്തിലിരിക്കുന്നോ ആ സൈലൻസിനുള്ളിൽ നിന്ന് നമുക്ക് പവറാണ് കിട്ടുന്നത്, ശക്തിയാണ് കിട്ടുന്നത്. നമ്മൾ പണ്ട് ഗാന്ധിജിയുടെ ജീവിതത്തില് നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അദ്ദേഹത്തിന്റെ ആയുധം സൈലൻസ് ആയിരുന്നു. ശാന്തിയുടെ ശക്തിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കർമ്മക്ഷേത്രത്തിൽ ഒരിക്കലും പിന്നിലായി പോയില്ലല്ലോ. അദ്ദേഹത്തിന്റെ പിന്നില് അനവധി പേരെ അണിനിരത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ സൈലൻസിന്റെ പവർ അദ്ദേഹത്തെ സഹായിക്കുകയാണ് ചെയ്തത്. പ്രത്യേകിച്ച് ആഴ്ചയിൽ 2 ദിവസം കംപ്ലീറ്റ്ലി മൗനത്തിലിരുന്ന് സൈലൻസിന്റെ ശക്തി ശേഖരിക്കുമായിരുന്നു. ആ ശേഖരിക്കുന്ന ശക്തി ഉപയോഗിച്ചാണ് ബാക്കി 5 ദിവസം കർമ്മക്ഷേത്രത്തില് അദ്ദേഹം കൂടുതൽ ഊർജ്ജസ്വലനായിട്ട് പ്രവർത്തിച്ചിരുന്നത്. കാരണം സൈലൻസിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഊർജ്ജസ്വലത, നമ്മുടെ പൊട്ടൻഷ്യൽ വർദ്ധിക്കുകയാണ്. കാരണം നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യലിനെ കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ നമ്മുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. കാരണം എപ്പോഴാണോ നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത്, ശാന്തമായ മനസ്സിന് ശക്തി പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ പറ്റും. എപ്പോൾ നമ്മുടെ മനസ്സ് അശാന്തമാണോ, അശാന്തമായ മനസ്സ്, ടെൻസ്ഡ് ആയിട്ടുള്ള മനസ്സിൽ നമുക്ക് നമ്മുടെ ശക്തികളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും കഴിയില്ല, പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്താനും കഴിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. സാധാരണ പറയില്ലേ, നമ്മളൊരു പാത്രത്തില് കലക്ക വെള്ളം വെച്ച് കഴിഞ്ഞാല് ആ കലങ്ങിയ വെള്ളത്തിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, അതില് സ്പഷ്ടത ഉണ്ടാവില്ല. അതേസമയം വെള്ളം തെളിഞ്ഞതാണെങ്കിൽ അതിന്റെ അടിത്തട്ട് വരെ നമുക്ക് കാണാം. അതേപോലെ നമ്മുടെ മനസ്സ് അശാന്തമാണെങ്കിൽ അത് കലങ്ങിയ വെള്ളം പോലെയാണ്. നമുക്കൊന്നിനെ പ്രതിയും ഒരു സ്പഷ്ടത ഉണ്ടാവില്ല, വ്യക്തത ഉണ്ടാവില്ല. എതുവരെ മനസ്സിന് സ്പഷ്ടതയില്ലയോ വ്യക്തതയില്ലയോ കാര്യങ്ങളെ പ്രതി നമുക്ക് ശരിയായ ഒരു വിശകലനം നടത്താൻ പറ്റില്ല ജീവിതത്തിൽ. രാവിലെ മുതൽ വൈകുന്നത് വരെ നമ്മളെല്ലാവരും കർമ്മക്ഷേത്രത്തിലാണ്. സൈലൻസ് അർത്ഥം വീട്ടിൽ നമ്മൾ കൈയും കെട്ടി വെറുതെ ഇരിക്കുക എന്നുള്ളതല്ല. സൈലൻസ് അർത്ഥം മനസ്സിനെ ശുദ്ധമായ വിചാരങ്ങളിലൂടെ കൊണ്ടുപോകുമ്പോൾ, മനസ്സിലെ ശുദ്ധ വിചാരങ്ങൾ, സകാരാത്മക ചിന്തനം മനസ്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. അതേപോലെ തന്നെ
പോസിറ്റീവ് വിചാരങ്ങളും വേണം, അതേപോലെ ശുദ്ധി, ജീവിതത്തിലെ പ്യൂരിറ്റി, പവിത്രത, ശുദ്ധി ജീവിതത്തിലേക്ക് കടന്നു വരണം. അപ്പോൾ ശുദ്ധി ഉണ്ടാകുമ്പോൾ, പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോൾ മനസ്സിന് ശാന്തത അനുഭവിക്കാൻ നമുക്ക് കഴിയും. ആ ശാന്തമായ മനസ്സിൽ പൂർണ്ണമായും നമ്മുടെ ഊർജം പുറത്തേക്ക് വരുന്നതും ആ ഊർജത്തെ നമുക്ക് പൂർണ്ണമായി ഉപയോഗിക്കാനും, അതായത് നമ്മുടെ ആന്തരിക ശക്തികളെ പൂർണ്ണമായും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അപ്പോഴാണ്. അതുകൊണ്ടാണ് പണ്ടെല്ലാം നമ്മൾ കണ്ടിട്ടില്ലേ, മഹാന്മാരാണെങ്കിൽ പോലും ജീവിതത്തിൽ ആരെല്ലാം മഹാന്മാരായിട്ടുണ്ടോ അവരെപ്പോഴും സമസ്യകൾക്ക് സമാധാനം കണ്ടെത്താൻ തന്നെ സൈലൻസിലേക്ക് പോകുന്നതാ കാണുന്നത്. ഈവൻ സയൻസ് പോലും നോക്കൂ, ഗവേഷണങ്ങള്, പഠനങ്ങള്, കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരെല്ലാം സൈലൻസിലേക്ക് പോയിട്ട് സൈലൻസിലിരിക്കുമ്പോൾ ഏകാഗ്രത വർദ്ധിക്കും. ആ ഏകാഗ്ര മനസ്സിന് കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് സയൻസിന്റെ കണ്ടുപിടുത്തങ്ങൾ പോലും സൈലൻസിലാണ് നടക്കുന്നത്. അല്ലാതെ സൈലൻസ് എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയത്വമല്ല, പതുക്കെ പോകുക എന്നുള്ളതല്ല. സൈലൻസിന്റെ അർത്ഥം പോസിറ്റിവിറ്റിയാണ്, ക്രിയേറ്റിവിറ്റിയാണ്, പൊട്ടൻഷ്യലിനെ മാക്സിമം ഉപയോഗപ്പെടുത്താനാണ് നമുക്കത് സഹായിക്കുന്നത്. നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സൈലൻസിന്റെ പവറിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരു വ്യക്തിത്വമാണ് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ വിശ്വവ്യാപകമായ ഈ മഹായജ്ഞത്തിന്റെ മുഖ്യ പ്രശാസിക ദാദി ജാനകിജി. 97 വയസ്സുകാരിയാണ് ദാദിജി. പക്ഷെ 97 വയസ്സുള്ള ദാദിജി ഒരു ദിവസത്തില് 18 മുതൽ 20 മണിക്കൂർ വരെ കർമ്മക്ഷേത്രത്തിലാണ്. 20 മണിക്കൂർ ദാദിജിയുടെ പ്രവർത്തനക്ഷമതയോടുകൂടിയ കാര്യക്ഷമമായ പ്രവർത്തനത്തില് മുഴുകിയിരിക്കുന്ന ഊർജ്ജസ്വലയായ ആധ്യാത്മിക വ്യക്തിത്വത്തിന്റെ നിറകുടമാണ് ദാദിജി. നമ്മളെക്കാളും എല്ലാവരെയും, ഈവൻ ചെറുപ്പക്കാരെക്കാളും, നമ്മൾ മീൻസ് ചെറുപ്പക്കാരെക്കാളും വേഗത്തില് സംസാരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഈവൻ നടക്കുന്നത് പോലും നമ്മളെക്കാളും സ്പീഡിൽ നടക്കും. സൈലൻസിന്റെ പവർ ഇത്രയും ഉള്ളിൽ ശേഖരിച്ചിട്ടുണ്ട്. ഒരു ദിവസത്തിൽ 18 മണിക്കൂർ വരെ വർക്ക് ചെയ്യും. അത്രയും സമയം കർമ്മക്ഷേത്രത്തില് ഊർജ്ജസ്വലയായിട്ട് ഓടി നടന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ അർത്ഥം സൈലൻസ് നമ്മളെ നിഷ്ക്രിയത്വത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതല്ല. അത് നമ്മുടെ തെറ്റായ ഒരു ധാരണയാണ്, തെറ്റിദ്ധാരണയാണ്. ആധ്യാത്മികതയിലേക്ക് പോകുമ്പോൾ നമ്മൾ സൈലന്റ് ആയി പോവും. സൈലന്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇനാക്റ്റീവ് ആയി പോവും. ഇപ്പം നമ്മുടെ കാര്യക്ഷമത നഷ്ടപ്പെട്ടു പോവും. അത് തെറ്റായ ധാരണയാണ്, ശരിയായ ധാരണയല്ല. യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട സൈലൻസിലേക്ക് പോകുന്തോറും നമ്മുടെ കാര്യക്ഷമത വർദ്ധിക്കുന്നതാണ് പ്രാക്ടിക്കലി നമ്മൾ ഓരോരുത്തരും കണ്ടുവരുന്നത്, പ്രാക്ടിക്കലി നമുക്ക് കാണാൻ കഴിയുന്നത്. സൈലൻസിലേക്ക് പോകുന്തോറും നിഷ്ക്രിയത്വം ഉണ്ടാവും. ഏതിനു നേരെ? തെറ്റുകൾക്ക് നേരെ. തെറ്റിൽ നിന്ന് നമുക്ക് പിന്തിരിയാൻ കഴിയും. വേണ്ടാത്ത കാര്യങ്ങളിലേക്കുള്ള നമ്മുടെ ഇടപെടലുകൾ കുറയും. അതാണ് സംഭവിക്കുന്നത്. ശരികളിലൂടെ നമ്മൾ വളരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. എനിക്ക് തന്നെ എത്രയോ വീട്ടമ്മമാരെ തന്നെ അറിയാം. എത്രയോ വീട്ടമ്മമാര് പറയാറുണ്ട്, ആധ്യാത്മിക ജീവിതത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ രാജയോഗ ധ്യാനം നിത്യേന 1 മണിക്കൂർ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ വന്ന് ക്ലാസ് കേൾക്കുന്ന അമ്മമാരുണ്ട്. അവര് പറയാറുണ്ട്, സിസ്റ്റർ എപ്പോൾ മുതലാണോ ധ്യാനം അഭ്യസിക്കാൻ തുടങ്ങി, ഡെയിലി ആധ്യാത്മിക ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങി, മനസ്സ് ശാന്തമാകാൻ തുടങ്ങിയത്, ശാന്തിയുടെ ശക്തി ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ പണ്ട് 4 മണിക്കൂർ ചെയ്തിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ 2 മണിക്കൂറിൽ കഴിയും. പണ്ട് ഒരു വീട്ടമ്മ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഇത്രയും സമയം, രാവിലെ മുതൽ വൈകുന്നത് വരെയുള്ള സമയം അടുക്കളയിൽ തന്നെ പോകുമായിരുന്നു. പക്ഷെ ഇന്നും അതേ അടുക്കളയിൽ അതേ കാര്യങ്ങൾ അതിനേക്കാളും നല്ല രീതിയിൽ പൂർണ്ണതയോട് കൂടിയിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. 4 മണിക്കൂറിൽ ചെയ്യേണ്ട ജോലി 2 മണിക്കൂറിൽ തീരുന്നുണ്ട്. കാരണം മനസ്സ് ശാന്തമായപ്പോൾ, മനസ്സിന്റെ അലച്ചിലുകൾ കുറഞ്ഞപ്പോൾ, വേസ്റ്റ് ചിന്തനങ്ങൾ കുറഞ്ഞു, കാര്യക്ഷമത വർദ്ധിച്ചു, പോസിറ്റീവ് ചിന്തനങ്ങൾ ഞങ്ങൾക്ക് ഊർജം തരുന്നുണ്ട്. അതുകൊണ്ട് 4 മണിക്കൂറിൽ ചെയ്യേണ്ട ജോലി 2 മണിക്കൂറിൽ പൂർത്തിയാക്കിയിട്ട് ബാക്കി കിട്ടുന്ന 2 മണിക്കൂറിൽ സമയത്തെയാണ് ഞങ്ങൾ ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ സേവാ കേന്ദ്രങ്ങളിലേക്ക് വരാൻ, രാജയോഗ മെഡിറ്റേഷൻ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നതിനും ഇവിടെ വന്ന് 1 മണിക്കൂർ ക്ലാസ് കേൾക്കാനും ധ്യാനം പരിശീലിക്കാനും വേണ്ടിയിട്ട് ചെലവാക്കുന്നു. അതിനുവേണ്ടി പുതിയ സമയം കണ്ടെത്തുന്നില്ല. പണ്ട് പാഴായി പോയിരുന്ന സമയത്ത് എത്ര സേവ് ചെയ്യാൻ കഴിഞ്ഞു, ആ മിച്ചപ്പെടുത്തിയ സമയത്തെ സദുപയോഗം ചെയ്യുകയാണ്. ഇപ്രകാരം ധാരാളം ജീവിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തിത്വങ്ങൾ, ജീവിച്ചിരിക്കുന്ന തെളിവുകൾ നമുക്ക് മുന്നിലുണ്ട്.
അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കാനും വിലയിരുത്താനും അതിൻ്റെ നന്മകളെ നമുക്ക് ഉപയോഗപ്പെടുത്താനും കഴിയണം. അതുപോലെ വിശാഖിന്റെ ചോദ്യത്തിൽ മറ്റൊരു പോർഷൻ ഉണ്ടായിരുന്നത് ടെൻഷനില്ലാതെ ജീവിക്കാൻ കഴിയും. അതും ഒരു തെറ്റിദ്ധാരണ തന്നെയാണ്. അതായത് ഒരു ബിലീഫ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ പറയാം. വിശ്വാസ പ്രമാണങ്ങൾ ചിലത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ടെൻഷനില്ലാതെ, ടെൻഷൻ അടിക്കാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശാഖ്, ടെൻഷന്റെ സാഹചര്യങ്ങൾ വരും, നമ്മളെ ടെൻഷൻ ഉണ്ടാക്കുന്ന തരത്തിൽ, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിൽ. പക്ഷെ ആ സാഹചര്യങ്ങളെ നമുക്ക് ശാന്തമായിട്ടും കൈകാര്യം ചെയ്യാം, ടെൻസ്ഡ് ആയിട്ടും കൈകാര്യം ചെയ്യാം. അത് എന്നെ ആശ്രയിച്ചിരിക്കുകയാണ്, എൻ്റെ മനോസ്ഥിതി ആശ്രയിച്ചിരിക്കണം. എനിക്ക് വിൽ പവർ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മനസ്സിന് നല്ല ശക്തിയും ഏകരസവസ്ഥയും കാര്യങ്ങളെ ശരിയായിട്ട് മനസ്സിലാക്കി കൈകാര്യം ചെയ്യാൻ പറ്റിയ ശാന്തമായൊരു മനസ്സിന്റെ ഉടമയാണ് ഞാൻ എങ്കിൽ ആ ഇളക്കുന്ന പരിതസ്ഥിതിയെ തന്നെ എനിക്ക് ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയും. അതേ സാഹചര്യത്തെ മറ്റൊരാള് ടെൻഷനോടുകൂടി നേരിടും. നമുക്ക് തന്നെ നമ്മുടെ ജീവിതത്തിൽ തന്നെ കണ്ടുകൂടാം, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിലയിരുത്താനേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ 4 പേര് 4 സ്വഭാവക്കാരാണെങ്കിൽ ഒരേ സാഹചര്യത്തിൽ 4 പേരും ഒരു സാഹചര്യത്തെ നേരിടുന്നത് 4 തരത്തിലായിരിക്കും. അത് അവരവരുടെ മനോഭാവത്തിനനുസരിച്ച്. ടെൻഷൻ അടിച്ചേ ജീവിക്കാൻ കഴിയുള്ളൂ, അത് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ കാലത്തിനനുസരിച്ച് തിരുത്തേണ്ടിയിരിക്കണം. നമുക്ക് ടെൻഷനില്ലാതെ ജീവിക്കാനുള്ള ഒരു യുക്തി, അതിനുള്ള ഒരു സമവാക്യം നമുക്ക് കിട്ടി. എന്തുകൊണ്ട് കാര്യങ്ങൾക്ക് നമുക്കതിനെ ഉപയോഗിച്ചുകൂടാ? അതിന്റെ ലാഭം എന്തുകൊണ്ട് ജീവിതത്തിൽ എടുത്തുകൂടാ? അല്ല, ഇത്രയും കാലം നമ്മൾ ടെൻഷൻ അടിച്ചാൽ ജീവിച്ച്, എല്ലാവരും ടെൻഷൻ അടിച്ചാൽ ജീവിക്കണം, അതുകൊണ്ട് ഞാനും അങ്ങനെ തന്നെ ജീവിക്കണം, അങ്ങനെയില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് അതിനെ ജയിക്കാൻ ഒരു മാർഗം കിട്ടിയാൽ, അതിനെ അതിജീവിക്കാൻ ഒരു മാർഗം കിട്ടിയാൽ തീർച്ചയായിട്ടും ആ മാർഗത്തെ ഉപയോഗിക്കാനും അതിൻ്റെ ലാഭത്തെ എടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. തീർച്ചയായിട്ടും ഈ ആധ്യാത്മിക ജ്ഞാനം നിത്യേന 1 മണിക്കൂർ ആധ്യാത്മിക ജ്ഞാനം ശ്രവിക്കുന്നതിനും ആ ശ്രവിച്ചതിനെ മനനം ചെയ്യുന്നതിനും അതിൽ മഗ്നമായിട്ട് ഒരു കർമ്മയോഗി ജീവിതം ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും രാജയോഗ ധ്യാനത്തിൻ്റെ അഭ്യാസവും ക്ലാസ്സുകളുടെ അധ്യയനവും നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ്റെ ഒരു സാഹചര്യത്തെ പോലും നമുക്ക് ശാന്തമായ മനസ്സോടുകൂടി നേരിടാൻ, കൈകാര്യം ചെയ്യാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാക്കും. ധാരാളം പേര്, ലക്ഷക്കണക്കിന് പേര്, ഏകദേശം 9 ലക്ഷത്തോളം പേര് ആ രീതിയിലുള്ള ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശാഖിനും തീർച്ചയായിട്ടും അത് കഴിയും. റെഗുലറായിട്ട് നിത്യേന പങ്ക്ച്വാലിറ്റി ഉണ്ടാകണം, റെഗുലാരിറ്റി ഉണ്ടാകണം എന്ന് മാത്രം. നിത്യേന നമ്മൾ ക്ലാസ്സുകൾ കേൾക്കണം, അത് കൃത്യതയോടുകൂടി കേൾക്കുകയും മനസ്സിലാക്കി അതിനെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജയോഗ മെഡിറ്റേഷൻ സേവാ കേന്ദ്രങ്ങളുടെ ഈ സേവനം വിശാഖിനെ പോലെയുള്ള ധാരാളം പേർക്കും ഉപയോഗപ്രദമായി മാറുക തന്നെ ചെയ്യും. ഓം ശാന്തി. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ഞാനൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ജ്ഞാനാമൃതധാരയുടെ ഒരു പ്രയോഗശാലയിൽ ദിവസവും ഇടയ്ക്കിടെ ആത്മദർശനം ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അന്നത്തെ ധ്യാന പരിശീലനത്തിൽ കാണിച്ചിട്ടുമുണ്ടായിരുന്നു. അത് 5 മിനിറ്റോളം നീണ്ട പ്രാക്ടീസാണ്. അതുപോലെ ഞാൻ ജോലിക്കിടയിൽ പരിശീലനം ചെയ്താൽ അതിന്റെ ജോലിയെ ബാധിക്കില്ലേ? സദാ തിരക്കിട്ട ജോലിക്കിടയിൽ അസ്വസ്ഥനാകുമ്പോൾ ഞാൻ എങ്ങനെ എല്ലാം നിർത്തിവെച്ച ധ്യാനം ചെയ്യും? ഇതിന് പകരം മറ്റെന്തെങ്കിലും എളുപ്പ വഴിയുണ്ടോ? രാജയോഗ ധ്യാനം നമുക്ക് ഒരു കർമ്മയോഗി ജീവിതശൈലിയാണ് പ്രദാനം ചെയ്യുന്നത്. കാരണം എന്തുകൊണ്ടെന്നാൽ രാജയോഗ ധ്യാനം എന്ന് പറയുന്നത് ഒരു ജീവിത പദ്ധതിയാണ്, ജീവിത ശൈലിയാണ്. നമ്മുടെ ജീവിത ശൈലിയിൽ മാറ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താങ്കളൊരു ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓഫീസിലിരുന്നുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്തും എനിക്ക് കർമ്മം ചെയ്യുന്നത് നിർത്തിവെച്ച് ധ്യാനിക്കുക, കർമ്മം ചെയ്യുന്നത് നിർത്തിവെച്ചുകൊണ്ട് ധ്യാനിക്കുക എന്നുള്ളതിനുപരി കർമ്മത്തിനോടൊപ്പം തന്നെ നമുക്ക് ഈ ജീവിത ശൈലിയെ നിലനിർത്താൻ കഴിയും. ഒരു രാജയോഗി ജീവിത ശൈലിയെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയും. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം ജോലിക്കിടയിലാണ്, താങ്കൾ തിരക്കിട്ട് ജോലി ചെയ്യണം, അതിൻ്റെ ഇടയിൽ ദാഹിക്കുകയാണെങ്കിൽ, വളരെയധികം തിരക്കുകളാണെങ്കിലും ദാഹം കൂടുമ്പോൾ തീർച്ചയായിട്ടും 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് താങ്കൾ ചെയ്യുന്ന ജോലി നിർത്തി വെച്ചിട്ട് വെള്ളം കുടിക്കാറില്ലേ? ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കുടിക്കാറില്ലേ? അപ്പോൾ കാരണം നമുക്കറിയാം, നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കണം, അതിനുവേണ്ടി 1 മിനിറ്റ് നമ്മൾ സമയം കണ്ടെത്താറുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം ഫെഡപ്പായി പോകും.
അപ്പം നമ്മളതുകൊണ്ട് നമ്മൾ അറ്റൻഷൻ വെച്ചിട്ട് 1 മിനിറ്റ് സമയം ജോലി നിർത്തിവെച്ചിട്ട് ചെയ്യാറുണ്ട്. അതേപോലെ നമ്മുടെ മനസ്സിന്റെ ദാഹം ശമിപ്പിക്കലും അവശ്യം നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മുടെ മനസ്സിന്റെ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യോഗി ജീവിതം ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകത. എങ്ങനെ ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നുവോ അതേപോലെ 1 മിനിറ്റ് സമയം, 1 സെക്കൻഡ് സമയം ജോലിക്കിടയിലും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. അതുകൊണ്ട് ജോലി നിന്നു പോയില്ല. ജോലിക്കിടയിലെ സമയത്തെ നമുക്ക് നഷ്ടപ്പെടുകയില്ല. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 1 മണിക്കൂറോ 2 മണിക്കൂറോ കൂടുമ്പോൾ 1 മിനിറ്റ് സമയം നമ്മൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, അതും പ്രത്യേകിച്ചും രാജയോഗ ധ്യാനം ആകുമ്പോൾ കണ്ണ് തുറന്നിരുന്ന് തന്നെ നമ്മൾ ചെയ്യണം. നമ്മൾ നമ്മുടെ സീറ്റിലിരുന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർ, നമ്മുടെ മുന്നിലൊരാളുണ്ടെങ്കിൽ പോലും അറിയില്ല നമ്മൾ എന്താ ചെയ്യണേ. കാരണം ഇത് മനസ്സിന്റെ അഭ്യാസമാണ്, സങ്കല്പം കൊണ്ടുള്ള യാത്രയാണ്. ചിന്തകൾ കൊണ്ട് നമ്മൾ നമ്മളിലേക്ക് ആദ്യം തിരിഞ്ഞു നോക്കുക. ഞാൻ ആരാണ്? ഞാൻ ആത്മാവാണ്. ഞാൻ ശാന്തസ്വരൂപമായ ആത്മാവാണ്. ആ ഒരു പോസിറ്റീവ് തോട്ട് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ എത്ര സമയം വേണം? ഒരു സങ്കല്പം മനസ്സിൽ കൊണ്ടുവരാനുള്ള സമയം. ആ ഒരു സങ്കല്പം മനസ്സിൽ രചിക്കുന്നതോടുകൂടി നമ്മുടെ മനസ്സ് ശാന്തമാകും. ആ 1 മിനിറ്റിന്റെ അല്ലെങ്കിൽ 1 സെക്കൻഡിന്റെ അഭ്യാസം അടുത്ത 1 മണിക്കൂറിലേക്ക് നിലനിൽക്കും. ആ 1 മണിക്കൂർ സമയം മിനിമം 1 സെക്കൻഡിന്റെ അഭ്യാസം 1 മണിക്കൂർ 2 മണിക്കൂർ സമയത്തേക്ക് ആ ശാന്തിയുടെ വൈബ്രേഷൻ നമുക്ക് നമ്മുടെ മനസ്സിന്, നമ്മുടെ സങ്കല്പങ്ങൾക്ക്, വാക്കുകൾക്ക്, ആക്ടിവിറ്റിക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് അതുകൊണ്ട് വളരെയധികം ഉപയോഗം ഉണ്ടാവും. മനസ്സ് 1 സെക്കൻഡിൽ ശാന്തമാക്കുമ്പോൾ ആ മനസ്സിനുണ്ടാകുന്ന ഊർജം, ശാന്തത നമുക്ക് തരുന്ന വ്യക്തത, ക്ലാരിറ്റി ഓഫ് മൈൻഡ് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന് ഉപയോഗപ്രദമാകും. 2 മണിക്കൂർ നമ്മൾ ടെൻഷൻ അടിച്ച് കളയുന്നതിനേക്കാളും ജോലിക്കിടയിൽ ചില കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കാൻ, അല്ലെങ്കിൽ ശരി തെറ്റിനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ രീതിയിൽ, അത് മാത്രമല്ല ഇപ്പോൾ ഓഫീസിൽ വന്നു അതിൻ്റെ ഇടയിൽ വീട്ടിലെ ചിന്തകൾ വരിക, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി ആ അസ്വസ്ഥമായ മനസ്സോടുകൂടി വന്നിരിക്കുക. ഇങ്ങനെ നമ്മൾ വേണ്ടാത്ത ചിന്തകളിൽ വേസ്റ്റായിട്ട് ധാരാളം, നമ്മുടെ മനസ്സ് വേസ്റ്റ് ചിന്തകളിൽ ധാരാളം സമയം നമ്മുടെ ഓഫീസിനിടയിലും പോകും. കാരണം മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ ആ അസ്വസ്ഥമായ മനസ്സുകൊണ്ട് നമ്മൾ ജോലി ചെയ്യാൻ ഓഫീസിലിരുന്നാലും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ 1 മണിക്കൂർ ചെയ്യേണ്ട ജോലി നമുക്ക് 3 മണിക്കൂറിലും തീരില്ല. കാരണം അസ്വസ്ഥമായ മനസ്സ് നമ്മളുടെ എല്ലാ കർമ്മങ്ങളിലും പെരുമാറ്റത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അതേസമയം രാജയോഗി ജീവിത ശൈലി നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി, ജീവിതം ആണിത്, അല്ലാതെ ഇത് നമ്മൾ ഇരുന്ന് അഭ്യസിക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരു ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അത് ഓഫീസിൽ തന്നെ ഏറ്റവും നല്ലതാണ്. മിനിമം 1 മണിക്കൂറിൽ 1 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ് നമ്മൾ ഈ അഭ്യാസം ചെയ്യുകയാണെങ്കിൽ അടുത്ത 1 മണിക്കൂർ സമയം, ജോലി സമയം, നമ്മൾ പ്രവൃത്തി ചെയ്യുന്ന ആ 1 മണിക്കൂറിന് ഈ 1 സെക്കൻഡിന്റെ അഭ്യാസം വളരെയധികം ഉപയോഗപ്രദമാകും. 2 മണിക്കൂർ ചെയ്യേണ്ട ജോലി താങ്കൾക്ക് 1 മണിക്കൂറിൽ ചെയ്തു തീർക്കാൻ കഴിയും. അതുകൊണ്ട് ഒരിക്കലും സമയം കുറഞ്ഞു പോയിന്നോ അല്ലെങ്കിൽ ജോലി സമയത്ത് ഞാൻ ധ്യാനിക്കാൻ വേണ്ടി ഉപയോഗിച്ചെന്നോ അങ്ങനെ ഒരിക്കലും നഷ്ടം വരില്ല. കാരണം വേസ്റ്റേജ് കുറയാൻ തുടങ്ങും, മനസ്സിന്റെ സ്പഷ്ടത കൂടാൻ തുടങ്ങും, മാക്സിമം പൊട്ടൻഷ്യലിനെ നമുക്ക് കാര്യങ്ങളിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. അതുമാത്രമല്ല, മറ്റൊന്ന്, നമ്മൾ കർമ്മം ചെയ്യുന്ന സമയത്ത് ഓഫീസിലാണെങ്കിലും നമുക്ക് എങ്ങനെയാണോ നമ്മളൊരു ഓഫീസിലിരിക്കുമ്പോൾ നമ്മുടെ മേലെ ഒരു ബോസ് ഉള്ളത്, കാരണം ഏത് ജോലികൾ ചെയ്യുമ്പോഴും നമുക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, ബോസ് ഏൽപ്പിച്ചത് അല്ലെങ്കിൽ ഇന്നാൾ ഏൽപ്പിച്ചത് അല്ലെങ്കിൽ സീനിയർ, അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ചെയ്യുന്നു. അപ്പം അതേപോലെ നമ്മുടെ മനസ്സ് ഈശ്വരൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ ബോസിന് സമർപ്പിച്ചുകൊണ്ട് നമ്മളൊരു നിമിത്ത ഭാവത്തോടു കൂടി ഓഫീസ് വർക്ക് ചെയ്യാം. അതും ധ്യാനമാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യർ അപൂർണരാണ്. മാൻ ഈസ് ഇംപെർഫെക്റ്റ് ബട്ട് ഗോഡ് ഈസ് പെർഫെക്റ്റ് എന്നാ പറയാം. നമ്മളിരിക്കുന്ന സീറ്റ് ഏത് തന്നെ ആകട്ടെ, നമ്മുടെ കസേര, നമ്മുടെ ജോലി, നമ്മുടെ പദവി, നമ്മുടെ കഴിവുകൾ എന്ത് തന്നെ ആയിക്കോട്ടെ, പക്ഷെ അതിനെ നമ്മൾ കാര്യങ്ങളിൽ ഉപയോഗിക്കുമ്പോഴും എപ്പോഴും നമ്മുടെ മനസ്സിനൊരു നിമിത്ത ഭാവം ഉണ്ടെങ്കിൽ, ഞാനൊരു ഉപകരണം മാത്രമാണ്, എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആള് ചെയ്യിപ്പിക്കുകയാണ്, ആ ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മ, സർവശക്തിവാൻ ചെയ്യിപ്പിക്കുന്ന ആള് ചെയ്യിപ്പിക്കുന്നു, ഞാനൊരു നിമിത്ത ഉപകരണം മാത്രമാണ് എന്നുള്ള ആ മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ആ സമർപ്പണ മനോഭാവത്തിന് കാര്യങ്ങളെ വേഗത്തിലാക്കാൻ കഴിയും. ആ സമർപ്പണ മനോഭാവവും രാജയോഗി ജീവിത ശൈലിയാണ്.
1 മണിക്കൂറിൽ 1 മിനിറ്റ് അല്ലെങ്കിൽ 1 സെക്കൻഡിന്റെ അഭ്യാസം നമുക്ക് ചെയ്യാം. പക്ഷെ ഒപ്പം തന്നെ ജോലിക്കിടയിൽ, ഓഫീസിനിടയിൽ ഈ ഒരു മനോഭാവത്തെ നിലനിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടെ ജോലി ചെയ്യുന്നത്. അല്ല, ഞാൻ ചെയ്യുന്നു, എൻ്റെ കഴിവ്, എൻ്റെ എബിലിറ്റി, അതൊരു സൈഡ്, ഒരു ഭാഗം. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ സമർപ്പണ ഭാവന കൂടി നമുക്കുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കുന്ന ആള് ചെയ്യിപ്പിക്കുന്നു, ഞാൻ നിമിത്ത ഭാവത്തോടുകൂടി ഒരു ഉപകരണം എന്നതുപോലെ ചെയ്യിപ്പിക്കുന്ന ആള് നൽകുന്ന ആ കറണ്ടിലെ, ശക്തിയിലെ, നിർദ്ദേശത്തിലെ സമർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്തുകൊണ്ട് പോയി നോക്കൂ. അതും യോഗി ജീവിത ശൈലിയാണ്. ഇതും നമുക്ക് നമ്മുടെ ഓഫീസ് ജീവിതത്തിൽ തീർച്ചയായിട്ടും അഭ്യസിക്കാൻ കഴിയും. ആ അഭ്യാസത്തിന് നമ്മുടെ മനസ്സിനെയും ഭാരരഹിതമാക്കി വെക്കാൻ സഹായിക്കും. ചെയ്യുന്ന ജോലിയിൽ നമുക്ക് കൂടുതൽ ഏകാഗ്രത ഉണ്ടാകും. വളരെ ഏകാഗ്രത നമ്മൾക്ക് വർദ്ധിക്കുന്നത് കാണാം. കാരണം രാവിലെ വൈകുന്നേരം നമ്മൾ ഇരുന്ന് ചെയ്യുന്ന മെഡിറ്റേഷനും, പ്രത്യേകിച്ച് അതിരാവിലെ സമയത്ത് അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് നമ്മൾ ഇരുന്ന് ചെയ്യുന്ന മെഡിറ്റേഷനും ജോലിക്കിടയിൽ വളരെയധികം ഉപകാരപ്രദമാകും. പ്രത്യേകിച്ചും രാജയോഗ ധ്യാനം കണ്ണു തുറന്നിരുന്ന് നമ്മൾ അഭ്യസിക്കുന്നതിനാൽ ജോലിയും നമുക്ക് കണ്ണു തുറന്നിരുന്നല്ലേ ചെയ്യേണ്ടത്. കണ്ണു തുറന്നിരുന്ന് ധ്യാനാഭ്യാസം ചെയ്യുന്നതിനാൽ നമ്മുടെ ഏകാഗ്രത വർദ്ധിക്കും. ആ ഏകാഗ്രതയോട് കൂടിയ രാജയോഗ ധ്യാനത്തിൻ്റെ പരിശീലനത്തിൻ്റെ റിസൾട്ട് നമ്മുടെ ഓഫീസ് ജീവിതത്തിൽ വളരെയധികം ഉപയോഗപ്പെടും. ഓഫീസ് കാര്യങ്ങളിൽ കുറച്ച് സമയത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഉദ്യോഗസ്ഥനാണെങ്കിലും താങ്കൾക്ക് ഈ വിധികൾ ഒന്ന്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, വെള്ളം കുടിക്കുന്നത് പോലെ, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് പോലെ 1 സെക്കൻഡ് എങ്കിലും മിനിമം, എത്ര തന്നെ തിരക്ക് പിടിച്ച ജോലിയാണെങ്കിലും 1 സെക്കൻഡ് ഈ അഭ്യാസം നമുക്കുള്ളിൻ്റെ ഉള്ളിൽ ചെയ്യാം. കാരണം ഇത് ഗുപ്ത അഭ്യാസമാണ്, മനസ്സിൻ്റെ പ്രാക്ടീസാണ്, സങ്കല്പത്തിൻ്റെ. ഞാൻ ആത്മാവാണെന്നുള്ള ആ ഒരു ബോധം, ഞാൻ ശുദ്ധമായ ആത്മാവാണ്, പരമാത്മാവിൻ്റെ സന്താനമാണ്. ആ ഒരു പോസിറ്റീവ് തോട്ട് കൊണ്ടുവരാൻ എത്ര സമയം വേണം? ആ സങ്കല്പം തന്നെ നമുക്ക് ഊർജം തരും. രണ്ടാമത്തത് ചെയ്യിപ്പിക്കുന്ന ആളുടെ ഓർമ്മ. അത് നമ്മുടെ മനസ്സിനെ ലൈറ്റാക്കും, കൂടുതൽ നമ്മുടെ കാര്യക്ഷമതയെ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. മൂന്നാമത്തത് രാജയോഗീയം എന്നുള്ളത് ഒരു ജീവിത ശൈലിയാണ്. രാവിലെ നമ്മൾ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള ആ രാജയോഗി ജീവിത ശൈലി നമ്മുടെ കർമ്മക്ഷേത്രത്തിൽ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ ബെനിഫിറ്റും നമ്മുടെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓം ശാന്തി. ഇനി ഇന്നത്തെ ശ്രീമതം. ജീവിതത്തിലെ മത്സരം ശാന്തിയെ കളഞ്ഞുകൊണ്ടാണെങ്കിൽ ആ മത്സരത്തിനൊടുവിൽ നമ്മൾ ജീവിതത്തിൽ ഒന്നും നേടിയിട്ടില്ലാത്ത പോലെ അനുഭവപ്പെടും എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കി. മാത്രമല്ല, തിരക്കുകൾക്കിടയിലും മനസ്സിനെ മുഷിപ്പിക്കാതെ നിലനിർത്തുവാനുള്ള വെല്ലുവിളിയും നാം ധീരമായി ഏറ്റെടുത്തു. ഇനി വൈവിധ്യമേറിയ ആത്മീയ ജ്ഞാന ബിന്ദുക്കളുമായി വീണ്ടും ജ്ഞാനാമൃതധാരയിലൂടെ നമുക്ക് കാണാം. നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കുവാനുള്ള നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com. ഈ പരിപാടി നിങ്ങൾക്ക് വീണ്ടും കാണുവാനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.